5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സിംഹത്തെ പോലെ, പുലിയെപ്പോലെ, കടുവയെപ്പോലെ വലിയ ആളും അമ്പാരിയും ആനയും വലിയ ബഹളമായിട്ട് വന്നതാണ് നമ്മുടെ അൻവർ, PV അൻവർ. അദ്ദേഹത്തിന് അതിനുള്ള ഗമയുണ്ട്, അതിനുള്ള സമ്പത്തുണ്ട്. അദ്ദേഹം അതിനുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. CPMൻ്റെ സ്വതന്ത്രനായി നിന്ന് ജയിച്ചു. വലിയ വോട്ടിനാണ് അവർ ജയിച്ചത്. ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള വളരെ വലിയ ഒരു നേതാവിൻ്റെ മണ്ഡലമാണ് പിടിച്ചെടുത്തത്. 80 മുതൽ 2016 വരെ ആര്യാടൻ മുഹമ്മദാണ് കൊണ്ടു നടന്നത്. അത്രയും വലിയ, ഞാൻ ഈ നിലമ്പൂർ പോയിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദിൻ്റെ കുടുംബവും ആര്യാടൻ മുഹമ്മദ് എന്നൊക്കെ പറയുന്ന അവരുടെ ദൈവമാണ്. അത്രയ്ക്ക് വലിയ ആളാണ് ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അൻവർ. പക്ഷേ അദ്ദേഹം അത് പിടിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട ലാപ്പിൽ നിൽക്കുമ്പോൾ, അദ്ദേഹം രാജിവെച്ചതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ നിൽക്കുമ്പോൾ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. അദ്ദേഹം ചെകുത്താനും കടലിനും ഇടയിലാണോ എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ. കാരണം അദ്ദേഹം മത്സരിക്കണമോ വേണ്ടയോ. അദ്ദേഹം ഇപ്പോൾ ചേർന്നിരിക്കുന്ന പാർട്ടി തൃണമൂൽ കോൺഗ്രസ് പറയുന്നു മത്സരിക്കാൻ. സംസ്ഥാനത്ത് പലയിടത്തുനിന്നും ആളുകൾ മത്സരിക്കാൻ പറയുന്നു. പക്ഷെ മത്സരിച്ചാൽ അദ്ദേഹം നന്നായി വോട്ട് പിടിക്കും. അങ്ങനെ വോട്ട് പിടിച്ചാൽ സ്വാഭാവികമായിട്ട് അത് ആര്യാടൻ ഷൗക്കത്തിന് ക്ഷീണമുണ്ടാക്കും. തീർച്ചയായും UDFന് ക്ഷീണമുണ്ടാക്കും, LDFന് ക്ഷീണമുണ്ടാക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ ചിലപ്പോൾ LDF ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു ആൻറ്റി ഇൻകംബൻസ് എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരം കുറച്ചെങ്കിലും ഉണ്ട്. പല പല കാരണങ്ങൾ. ദളിത് യുവതിയുടെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ പെൻഷൻ്റെ പ്രശ്നങ്ങളുണ്ട്, ശമ്പള വർഷത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ആശാ വർക്കേഴ്സിൻ്റെ സമരമുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിനെ കുറേയൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴയതുപോലെ വലിയൊരു അപ്പർ ഹാൻഡ് പിണറായി വിജയൻ ഗവൺമെൻറ്റിനില്ല. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് വളരെ കോൺഫിഡൻസോടുകൂടി അൻവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അൻവറിനെ വിശ്വാസത്തിലെടുക്കാതെ ഒരു സ്ഥാനാർത്ഥി അങ്ങ് പ്രഖ്യാപിച്ചത്. പക്ഷേ അൻവർ ഇപ്പോൾ ഒരു എന്താ ചെയ്യണം എന്നറിയാതെ അദ്ദേഹം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്. അദ്ദേഹം മത്സരിക്കണമോ, ഇനി ബിനാമിയായിട്ട് വേറെ ആരെങ്കിലും നിർത്തി മത്സരിപ്പിക്കണമോ, ആകെ ഒരു കൺഫ്യൂഷനിലാണ് അദ്ദേഹം ഉള്ളത്. പക്ഷെ എന്തായാലും ഒരു കാര്യം പ്രധാനമാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയാണ് പ്രധാനം. എന്തുകൊണ്ട് അദ്ദേഹം ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കരുതെന്ന് പറയുന്നു എന്നുള്ളതാണ് കൗതുകം. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ച് PV അൻവർ വെറുതെ ഇരുന്ന് അല്ലെങ്കിൽ സഹായിച്ച് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചെന്ന് വിചാരിക്കുക. ജയിച്ചാൽ സ്വാഭാവികമായിട്ട് ഒരു 1.5 വർഷമല്ലേ ഉള്ളൂ, ഒരു വർഷത്തിന് താഴെയല്ലേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോഴും ആര്യാടൻ ഷൗക്കത്ത് തന്നെ മത്സരിക്കും. PV അൻവറിന് അവിടെ മത്സരിക്കാൻ കഴിയില്ല. അങ്ങനെ മത്സരിക്കാതിരുന്നാൽ വേറെ ഒരു സ്ഥലത്ത് പോയി നിന്ന് ജയിക്കുമെന്ന് പറയാനും പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ മന്ത്രിസഭയിലേക്കൊക്കെ വരണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് സാധ്യത കുറയും. കേരളത്തിൽ അങ്ങനെയാണല്ലോ. അതേസമയം ജയിച്ചാൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അവിടെ നിൽക്കാതെ ജോയിയെ നിർത്തി, ജോയിക്ക് പിന്നെ അൻവറിൻ്റെയും കൂടി സഹായത്താൽ ജോയി അവിടെ ജയിച്ചാൽ അൻവറിന് പറയാം ജോയി ഒരു പ്രാവശ്യത്തേക്ക് മാറ്റി വയ്ക്കാൻ പറയാം, ആ പ്രാവശ്യം അൻവറിന് മത്സരിക്കാം, ജയിച്ചാൽ മന്ത്രിയാവാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. ഇതെല്ലാം സാധ്യതകളാണ്. രാഷ്ട്രീയം സാധ്യതകളുടെ പരമ്പരയാണ്, സാധ്യതകളുടെ ചതുരംഗ കളിയാണ് രാഷ്ട്രീയം. അവിടെ കരുക്കൾ നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ, മറ്റൊന്നിനും ഒരു സാധ്യതയില്ല. അപ്പോൾ അൻവർ തീരുമാനിച്ചത് ഇപ്പോൾ ജോയിയെ നിർത്തുക, ജോയി ജയിപ്പിച്ചെടുക്കുക. അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അൻവർക്ക് മത്സരിച്ച് അൻവറിന് UDF വരികയാണെങ്കിൽ മന്ത്രിയാകാനുള്ള സാധ്യത കൂടി പരിശോധിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിമാൻഡ് വയ്ക്കാം. ഇതൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് UDF പ്രവേശനവും വാതിൽപ്പടിയിൽ നിൽക്കുന്നതേ ഉള്ളൂ. അകത്തോട്ട് കയറിയിട്ടില്ല, UDFൽ കയറിയിട്ടില്ല. ഇപ്പോൾ ചില ആളുകളെങ്കിലും ശക്തമായി അദ്ദേഹത്തെ എതിർക്കുന്നു. ചില KP അനിൽകുമാറിനെ പോലെയുള്ള വളരെ സൗമ്യനായിട്ടുള്ള മിതഭാഷിയായിട്ടുള്ള അനിൽകുമാർ, അവിടെ നിന്നുള്ള നമ്മുടെ ഇപ്പോൾ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള അനിൽകുമാർ സീരിയസ് ആയിട്ട് ഇതിനെ രംഗത്ത് വന്നു. അങ്ങനെ ഒരുപാട് നേതാക്കൾ കടുപ്പിച്ച് അഭിപ്രായം പറയുന്നു. അൻവർ പോകുന്നെങ്കിൽ പോകട്ടെ, സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള നിലയിൽ പറയുന്നു. അങ്ങനെ വരുന്നത് അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് എത്ര കണ്ട് ഗുണം ചെയ്യുമെന്ന് ആലോചിക്കണം. ഒറ്റയ്ക്ക് നിന്ന് നേടാം എന്ന് വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ല. ഒരുപാട് ആളുകൾ, MV രാഘവൻ, KR ഗൗരിയമ്മ തുടങ്ങിയ എത്രയോ പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി തെറ്റി പ്രധാന പാർട്ടികളുണ്ടാക്കി. അവർക്ക് ഒരു MLA പോലും ഇതുവരെ പ്രധാനമായി ജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. MV രാഘവൻ ജയിച്ചു, KR ഗൗരിയമ്മ ജയിച്ചു. പക്ഷേ അത് അവരുടെ അപ്രമാദിത്വവും അവരുടെ ഒരു കരിസ്മാറ്റിസം കൊണ്ടൊക്കെ ജയിച്ചതാണ്. പക്ഷേ അല്ലാതെ ഇപ്പോൾ CP ജോൺ അടക്കമുള്ള ആളുകൾ തോറ്റുപോയി, ഗൗരിയമ്മയുടെ ആളുകൾ തോറ്റുപോയി, നമ്മുടെ ഗൗരിയമ്മയുടെ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച ആളുകൾ തോറ്റുപോയി. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിക്കുക എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി വാട്ടർലൂ ആവുമോ, ഇദ്ദേഹത്തിന് UDFൽ പ്രവേശനം ലഭിക്കുമോ, അടുത്ത സീറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കണം. ചർച്ചകൾ നടന്ന് അദ്ദേഹത്തിന് ആവശ്യമായ കൃത്യമായ ഉറപ്പ് പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത മറ്റൊരു മെച്ചമുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ അത് ബാർഗൻ ചെയ്യാം.
അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ തന്നെ നിർത്തണം, അത് കഴിഞ്ഞാൽ UDF വന്നാൽ തന്നെ മന്ത്രിയുമാക്കണം എന്നൊരു ബാർഗൈനിങ് നടത്താനുള്ള ഒരു സ്കോപ്പാണ് ഇപ്പോൾ ഈ ഒരു തെറ്റലിലൂടെ അൻവറിന് കിട്ടിയിരിക്കുന്നത്. ആ ബാർഗൈനിങ്ങിൽ, പൊളിറ്റിക്കൽ ബാർഗൈനിങ്ങിൽ കോൺഗ്രസ് വീഴുമോ അല്ലെങ്കിൽ UDF വീഴുമോ, ലീഗ് വീഴുമോ എന്നുള്ള കാര്യവും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം അഗ്നി പരീക്ഷയുടെ നാളുകളാണ്, ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. ഒന്നും അപ്രാപ്യവുമല്ല, ഒന്നും അതിനൊരു അനവസരമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം അവസരത്തിനും കാലത്തിനും അനുസരിച്ച് ചെയ്യുന്ന ശരികളാണ് ശരി. ആപേക്ഷികമായി ഭൂതകാലത്തിലും ശരിയില്ല, വർത്തമാനത്തിലും ശരിയില്ല, ഭാവിയിലും ശരിയില്ല. ആപേക്ഷികമായി എന്തെന്ത് തീരുമാനമെടുക്കുന്നുവോ അത് അപ്പോൾ നടക്കുന്നു. അതുതന്നെയാണ് രാഷ്ട്രീയത്തിൻ്റെ ശരി.